അതിലെ ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റി കേട്ടോ. ഓക്കെ ഓക്കെ. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. കഴിഞ്ഞ ക്ലാസ്സില് ഓപ്പറേഷൻ തിയേറ്റർ ചാപ്റ്റർ 14 ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററില് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു ആ PDF നോട്ട്സില്. അത് വേണോ വേണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് കംപ്ലീറ്റ് ആക്കാനിത്. നമ്മൾ നേരെ നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലോട്ട് കടന്നു അല്ലേ. ഇന്ന് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ കംപ്ലീറ്റ് ആക്കും. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ പറയുമ്പോ തന്നെ എന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുക, വായിച്ചു പോവുക. ഓക്കെ, ഓക്കെ. നമ്മള് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ നോട്ടീസിനെ കുറിച്ചിട്ടാണ്. കുറച്ച് കുറവുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ഒരു എന്താ പറയാ ഓപ്പറേഷൻ തിയേറ്ററിൽ കുറച്ച് ഡെഫിഷ്യൻസി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മള് അടുത്തത് പറയാനായിട്ട് പോകുന്നത് അടുത്തതെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ആണ് കേട്ടോ. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് മോഡുലാർ OT ആണ്. ഓക്കെ, നിങ്ങൾ മോഡുലാർ കിച്ചൺ എന്നൊക്കെ സൗണ്ട് ഇല്ല, സൗണ്ട് കേൾക്കുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, മോഡുലാർ OT എന്ന് പറയുന്നത് പുതിയ രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് പറയുന്നത്. ഓക്കെ, മോഡുലാർ കിച്ചൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് മോഡുലാർ OT എന്ന് പറയുന്നത്. Prefabricated modular OT is a finished steel structure with a jointless sterile coating that provides a high quality finish. These OT provide the benefit of a okay. ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട് ഫാബ്രിക്കേറ്റഡ് മോഡുലാർ OT ആണത്. ഈ ഒരു മോഡുലാർ OT എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റ് ചെയ്തതായിരിക്കും, അതുപോലെ സ്റ്റീൽ സ്ട്രക്ചറൽ ആയിരിക്കും ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, സ്റ്റീൽ സ്ട്രക്ചർ ആയിരിക്കുള്ളൂ, അതുപോലെ തന്നെ ജോയിന്റ്ലെസ് സ്റ്റെറൈൽ കോട്ടിംഗ് ആയിരിക്കുള്ളൂ. ഓക്കെ, ജോയിന്റ്ലെസ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, വേറെ എന്താ പറയാ ഒരു കാര്യം അവിടെ ഘടിപ്പിക്കുന്നില്ല, അതായത് വിസ്തൃതമായിട്ടുള്ള ഒരു ഏരിയ അങ്ങനെയാ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഫിനിഷ്ഡ് എന്താ പറയാ സ്റ്റീൽ സ്ട്രക്ചർ ഉണ്ടാവും, ജോയിൻലെസ് സ്റ്റെറൈൽ കോട്ടിങ്, അതായത് അണുവിമുക്തമാക്കപ്പെട്ട ഒരു കോട്ടേജ് കൂടിയായിരിക്കും ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഹൈ ക്വാളിറ്റി ഫിനിഷ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, നല്ല രീതിയിലുള്ള ഫിനിഷിങ് ആ ഒരു തിയേറ്ററിൽ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ മോഡുലാർ OTയുടെ ബെനിഫിറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് റാപ്പിഡ് കൺസ്ട്രക്ഷൻ. എത്രയും പെട്ടെന്ന്, അതായത് ദ്രുതഗതിയിലുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കും മോഡുലാർ OTയുടെ. അതായത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നമുക്കിത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. മലിനീകരണം തടയാനുള്ള എല്ലാവിധ നടപടികളും ഉൾക്കൊള്ളുന്നതാണെന്ത് മോഡുലാർ OT എന്ന് പറയുന്നത്. യാതൊരു വിധത്തിലുള്ള മലിനീകരണമോ സാധ്യതകളോ ഒന്നും ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവില്ല. ഇനി പ്രിവെൻഷൻ ലോങ് ഡ്യൂറബിലിറ്റി.
ലോങ് ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നീണ്ട കാലത്ത് അല്ലെങ്കിൽ ദീർഘകാലത്തെ ഈടിനെയാണ് എന്ത് പറയുന്നത്, ലോങ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. വളരെ കാലം നീണ്ടു നിൽക്കുന്നതാണ് മോഡുലാർ റോട്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. നമുക്ക് ഭാവിയിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ഭാവിയിൽ എന്തെങ്കിലും കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ സ്ട്രോങ്ങിലും അതുപോലെ തന്നെ ഫ്ലെക്സിബിളും ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു മോഡുലാർ റോട്ടിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈസ് ഓഫ് മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അറ്റകുറ്റപ്പണികളാണ്. മോഡുലാർ റോട്ടിയില് നമുക്ക് അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മെയിൻ്റനൻസ് വർക്കുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാനും സാധിക്കും. സിക്സ്ത് വൺ, ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്. അതായത് എക്യുപ്മെന്റുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ, വളരെ വേഗത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനും അത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനുമായിട്ട് മോഡുലാർ റോട്ടിക്ക് കഴിയും. നമുക്കറിയാം അല്ലെ, ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ ധാരാളം എക്യുപ്മെന്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. Seventh one, provision of opening needed for. Okay. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ, സൗണ്ട് ക്ലിയർ ആണോ നോക്കി. ഇപ്പോ ക്ലിയർ ആണോ? ഓക്കെ. Seventh point, provision of opening needed for the installation without affecting hardness of structure. Okay, അതായത് വളരെ എന്താ പറയാ, ഞാൻ പറഞ്ഞു വിസ്തൃതമായിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക, ഇൻസ്റ്റാളേഷനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. അപ്പോ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടും എന്നാണ് ഈ ഒരു 7ാമത്തെ പോയിന്റിൽ പറയുന്നത് കേട്ടോ. അതായത് അവിടുത്തെ സ്ട്രക്ചറിനൊന്നും എഫക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് എവിടെ ഉണ്ടാകും, ഈ ഒരു മോഡുലാർ റോട്ടിയില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാം. മോഡുലാർ റോട്ടി എന്ന് പറയുന്നത് എന്താ പറയാ, ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചറിലായിട്ടും ഉണ്ടാവുക. അതുപോലെ തന്നെ ജോയിൻലെസ് സ്റ്റെറൈൽ കോട്ടിംഗ് ഉണ്ടാകും. ഹൈ ക്വാളിറ്റി ഫിനിഷും എന്തിന്റെ പ്രത്യേകതയാ, മോഡുലാർ റോട്ടിയുടെ പ്രത്യേകതയാണ് കേട്ടോ. 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഒന്ന് ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ, രണ്ടാമത്തേത് ജോയിൻലെസ് സ്റ്റെറൈൽ കോട്ടിംഗ്, മൂന്നാമത്തേത് ഹൈ ക്വാളിറ്റി ഫിനിഷ്. അതൊന്ന് എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഈ സവിശേഷതകൾ അല്ലെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് ഏത് ഓപ്പറേഷൻ തിയേറ്ററിനാണെന്ന് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ 1ാമത്തെ പോയിന്റ് പറഞ്ഞു, റാപ്പിഡ് കൺസ്ട്രക്ഷൻ. അതായത് വളരെ വേഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മലിനീകരണം തടയാനായിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ നമുക്ക് സ്വീകരിക്കാം. അതുപോലെ തന്നെ നീണ്ടകാലത്തെ യൂസ് ഉണ്ടാകും. പിന്നെ എക്സ്പാൻഷൻ, അതായത് വളരെ വിസ്തൃതമായിട്ടുള്ള ഏരിയയാണ്. ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും കൂടി നമുക്ക് ഒരുക്കാനായിട്ട് സാധിക്കും. പിന്നെ അറ്റകുറ്റപ്പണികൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഈ ഒരു മോഡുലാർ റോട്ടിയിൽ സാധിക്കും. പിന്നെ ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്, എല്ലാവിധ ഉപകരണങ്ങളും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു തരത്തിലാണ് മോഡുലാർ റോട്ടി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ്, എല്ലാ കാര്യങ്ങളും അതായത് ആ ഓരോ ഓപ്പറേഷൻ തിയേറ്ററിന്റെ സ്ട്രക്ചറിന്റെ എഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഓപ്പണിംഗ് ആയിരിക്കും
ഓപ്പറേഷൻ തിയേറ്ററിന് ഉണ്ടാവുക. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ആയി. ഓക്കെ. അപ്പോ മോഡുലാർ ഒട്ടിയുടെ സവിശേഷതകളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി രണ്ടാമത് വരുന്നത് ഇന്റഗ്രേറ്റഡ് ഒട്ടിയാണ്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ഒട്ടി എന്താണ് നമുക്ക് നോക്കാം. Functionally linking the OT environment, this consists of patient information, audio, video, surgical lights, room lights, AC and medical equipment. Okay, അതായത് പേഷ്യന്റിന്റെ വിവരങ്ങൾ അടങ്ങുന്ന അതായത് പേഷ്യന്റ് ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള OT ആണെന്ത് ഇന്റഗ്രേറ്റഡ് OT എന്ന് പറയുന്നത്. അതായത് ഓഡിയോ ആയാലും അതുപോലെ വീഡിയോയിലായാലും സർജിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ്, ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെ എവിടെ ഉണ്ടാവും? ഇന്റഗ്രേറ്റഡ് OTയില് ഉണ്ടാവും. ലിങ്ക് ചെയ്യാണ്. ഇപ്പൊ രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തുമ്പോൾ ആളെ പല എക്യുപ്മെന്റ്സുമായിട്ടും അല്ലെങ്കിൽ പല മെഷീനറീസുമായിട്ട് എന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യുന്നു. അത് നമുക്ക് കേൾക്കാനും, അതായത് ആ രോഗിയുടെ ഫിസിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ അയാളുടെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങള് നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു OTയാണിത് ഇന്റഗ്രേറ്റഡ് OT. അവിടെ സർജിക്കൽ ലൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ സഹായം ഉണ്ടാവും, റൂം ലൈറ്റ്സുകൾ ഉണ്ടാകും, പിന്നെ AC ഉണ്ടാകും, അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റുകളും ഉണ്ടാകും. ഓക്കെ, ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് OT. ഓക്കെ, അത് അങ്ങനെ തന്നെ വായിച്ചു പഠിക്കണം കേട്ടോ, എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ ഉണ്ടാവുക. മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, next is hybrid OT, a surgical theater that is equipped with the modern medical imaging devices like C-arms, CT scanners, MRI scanners. This allows slightly invasive surgery, less incision. Okay, അതായത് ഹൈബ്രിഡ് OT എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആധുനിക രീതിയിലുള്ള, നമ്മൾ കേട്ടിട്ടില്ലേ ഹൈബ്രിഡ് വിത്തുകള്, ഹൈബ്രിഡ് തൈകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഭയങ്കരമായിട്ട് എന്താണ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എന്താണ് അതിന് ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്നതാണ് അതിനേക്കാൾ. ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മോഡേൺ ആയിട്ടുള്ള മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിലൊന്നാണ് C-arms എന്ന് പറയുന്നത്. C-arms എന്ന് പറയുന്നത് എക്സ്റേ ആണ് പറയുന്നത് കേട്ടോ, എക്സ്റേ. അതുപോലെ തന്നെ CT സ്കാനേഴ്സ്, നമുക്കറിയാം അല്ലെ, CT സ്കാൻ ചെയ്യുന്നത്. അതിനുള്ള സൗകര്യങ്ങള് ഈ ഒരു OTയില് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ MRI സ്കാനിന്റെ സൗകര്യങ്ങളും മറ്റും ഈ ഒരു OTയിൽ ഉണ്ടാകാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്, ഹൈബ്രിഡ് OTയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഇതിൽ നിന്ന് ഉണ്ടാവുന്ന ചോദ്യം എന്താന്ന് വെച്ചാൽ, ഓരോ എന്താ പറയാ ഇത്ര തരത്തിലുള്ള OT ഉണ്ടാവുമെന്ന് ചോദിക്കാം, ഹൗ മെനി ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് ചോദിക്കാം. അല്ലാതെ തന്നെ ഇന്റഗ്രേറ്റഡ് OTയിലുള്ള എന്താ പറയാ 3 കാര്യങ്ങൾ തന്നിട്ട് ഇതിൽ ഉൾപ്പെടാത്തത് ഏത്, ഇന്റഗ്രേറ്റഡ് OTയില് ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഹൈബ്രിഡ് OTയിലുള്ള സൗകര്യങ്ങൾ അല്ലാത്തത് ഏതെന്ന് എന്ത് ചെയ്യാം, ചോദിക്കാം. അതുകൊണ്ട് അവിടെയുള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, next is preventive measures against hazards in operation theater. ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഹസാർഡുകളെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ, പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് വൺ, put on shoes prepared for nurses with non-slip soles. അതായത് നഴ്സുമാർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഷൂ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അവരത് ധരിച്ചിട്ടാകണം ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലേണ്ടത്. ഓക്കെ, ഇനി വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്, അത് തെന്നാനായിട്ട് പാടില്ല അല്ലെ. നമ്മളിപ്പോ സാധാരണ ചെരുപ്പൊക്കെ ഇടുമ്പോ എന്താണ്, നമ്മൾ ടൈലാണല്ലോ എല്ലായിടത്തും, പെട്ടെന്ന് അതൊക്കെ ചിലപ്പോൾ സ്ലിപ്പ് ആവൂലേ നമ്മള്. പക്ഷെ അങ്ങനെയുള്ള സ്ലിപ്പ് ആവുന്ന ചപ്പൽസ് അല്ലെങ്കിൽ ഷൂസ് എവിടെ ഉപയോഗിക്കാൻ പാടില്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ്, ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട് വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. അതായത് നമ്മള് ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട് ഉപയോഗിക്കും അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങൾക്ക് അറിയാം, നൈഫ് ഉപയോഗിക്കും, സിസേഴ്സ് ഉപയോഗിക്കും, അങ്ങനെയുള്ള എന്താ പറയാ ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട് നമ്മൾക്ക് വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ച് എന്ത് ചെയ്യണം, കെയർഫുൾ ആയിട്ട് നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യണം, ആവശ്യം കഴിഞ്ഞാല് അത് ഡിസ്പോസല് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ആവശ്യം കഴിഞ്ഞാല്
അത് ഡിസ്പോസൽ ചെയ്യണം. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, ഇൻസ്റ്റാൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്, കോൾ എ സ്കിൽഡ് ഇലക്ട്രീഷ്യൻ ടു ടെസ്റ്റ് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് എക്യുപ്മെന്റ്. അതായത് ഓപ്പറേഷൻ തിയേറ്ററിലെ എന്തെങ്കിലും ഒരു ഉപകരണത്തിന് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുകയോ എന്തെങ്കിലും ഒരു ഉപകരണം എന്താ പറയാ ഡാമേജ് ആവുകയൊക്കെ ചെയ്താല് അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിലെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ആ ഡാമേജ് ആയിട്ടുള്ള എക്യുപ്മെന്റ് എന്ത് ചെയ്യണം, നമ്മള് നേരെയാക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് മുൻകൂട്ടി നമ്മൾ നേരത്തെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തണം. നെക്സ്റ്റ്, put on a radiation dosimeter, badge or other. When exposed to radiation, follow all safety instructions to lesser exposure to a minimum. അതായത് റേഡിയേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് റേഡിയേഷൻ ഡോസിമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണത്തിന് എന്ത് ചെയ്യും, അതിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോ റേഡിയേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഫിഫ്ത് പോയിന്റ്, ഇൻസ്റ്റാൾ എയർ കണ്ടീഷണർ വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ ഇൻ ദ ഓപ്പറേറ്റിംഗ് റൂം ടു ലെസൺ ഹീറ്റ് സ്ട്രെസ് and remove odors, gases and vapors. നമുക്കറിയാം അല്ലെ, എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളായിരിക്കും ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ആ എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളിൽ പ്രോപ്പർ ആയിട്ട് എന്ത് വേണം, വെന്റിലേഷൻ നമുക്ക് ഉണ്ടാവണം. വെന്റിലേഷൻ ഉണ്ടാവണം എന്ന് പറയാൻ കാരണം പുറത്തു നിന്നുള്ള ബാഡ് സ്മെല്ലൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ എന്ത് വരും, ഈ ഇതിലോട്ട് കടന്നു വരും, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കടന്നു വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, അതായത് ഈർപ്പത്തിന്റെ അംശമൊന്നും എവിടെ പാടില്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ പാടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു വെന്റിലേഷൻ അല്ലെങ്കിൽ എയർ കണ്ടീഷൻ സാധ്യതയുള്ള റൂം ആയിരിക്കണം ഓപ്പറേഷൻ തിയേറ്റർ എന്നത്. നെക്സ്റ്റ് ഈസ്, nurses sensitive to natural rubber latex must use non-latex or powder free latex gloves and avoid contact with the other latex products. ഇന്നത് പറയുന്നത് നമുക്കറിയാം, നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയും, ലാറ്റക്സ് ഗ്ലൗസുകൾ. ഓക്കെ, അതായത് നമ്മുടെ സാധാ ഗ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാല് പൗഡറിന്റെ അംശം ഉണ്ടാവും കൈമേക്ക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? ആരെങ്കിലും ഗ്ലൗസ് ഇട്ടിട്ടുണ്ടോ? ഉണ്ട്, പൗഡറിന്റെ ഒരു കണ്ടന്റ് അതിനകത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ ഈ ലാറ്റക്സ് ഗ്ലൗസില് ഇങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയുള്ളതാണ് ലാറ്റക്സ് ഗ്ലൗസുകൾ എന്ന് കേട്ടോ. ഓക്കെ, അതിപ്പോ വൈറ്റ് കളറിലുണ്ടാവും, ബ്ലൂ കളറിലുണ്ടാവും. അങ്ങനെയുള്ള കയ്യുറകളാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന ആളുകൾ ധരിക്കേണ്ടത്. പ്രത്യേകിച്ച് നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ധരിക്കേണ്ടത് അങ്ങനത്തെ ഗ്ലൗസുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ്, follow established and appropriate infection control precaution assuming blood body fluids. അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് നമ്മൾ സ്വീകരിക്കണം. ഇപ്പൊ രോഗിയുടെ ദേഹത്ത് നിന്നുള്ള ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ നമ്മുടെ ദേഹത്ത് തെറിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, next, wash hands and other exposed skin surfaces after coming into contact with the blood or body fluids. അതുപോലെ തന്നെ ഈ നമ്മൾ രോഗിയെ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ കോണ്ടാക്റ്റിൽ ഉണ്ടാവുമ്പോൾ അവരുടെ ബ്ലഡോ അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ ബോഡി ഫ്ലൂയിഡോ നീരൊക്കെ എന്താണ് നമ്മുടെ ദേഹത്ത് തെറിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺട്രോള് ചെയ്യണം. എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്കാണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എയ്ഡ്സിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട് അല്ലെ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആരോഗ്യ പ്രവർത്തകർക്കാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, അതിനകത്ത് തന്നെ സ്പെസിഫിക് ആയിട്ട് പറയാം, നമുക്ക് നഴ്സുമാർക്കാണ് ഈ രോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അതായത് അവരിപ്പോ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്താ സിറഞ്ചും സൂചി ഉപയോഗിച്ചിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അങ്ങനെ രോഗിയുടെ ദേഹത്ത് നമ്മൾ കുത്തിവെക്കുമ്പോൾ ചിലപ്പോ ആ കുത്തിവെക്കുമ്പോൾ എന്താണ്, അതിൽ നിന്ന് എന്ത് ചെയ്യും, ബ്ലഡ് നമ്മുടെ കണ്ണിലേക്ക് തെറിക്കാം. അല്ലെങ്കിൽ
ആളുടെ എന്താ പറയാ ചിലപ്പോ ആൾക്ക് ഉപയോഗിക്കുന്ന സൂചി നമ്മുടെ കയ്യിൽ കുത്തിക്കയറാം. അങ്ങനെയൊക്കെയാണ് ആരോഗ്യ പ്രവർത്തകർക്ക് എന്ത് സംഭവിക്കുന്നത്, എയ്ഡ്സ് എന്ന രോഗം അവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നിൽ കണ്ണിലും ബ്ലഡ് ആയിട്ട് തെറിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ കൈയിന്മേലോ മറ്റോ എന്ത് ചെയ്യാം, സൂചി അവർക്ക് ഉപയോഗിച്ച് സൂചി കുത്തിക്കയറാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ പക്ഷെ ഇന്ത്യയില് റിപ്പോർട്ട് ചെയ്യുന്നത് നഴ്സുമാർക്കാണെങ്കിലും അത് അധികം എന്ത് ചെയ്യാറില്ല, പുറത്ത് പറയാറില്ല. ഓക്കെ, രഹസ്യമായിട്ടാണ് കൂടുതലും വെക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് പ്രത്യേകിച്ച് നഴ്സുമാരോടൊക്കെ പ്രത്യേകിച്ചും, കാരണം രോഗിയുമായിട്ട് ഏറ്റവും ക്ലോസ് കോണ്ടാക്ട് ഉള്ളത് നഴ്സുമാർക്കാണ് അല്ലെ. അവരോട് പ്രത്യേകം പറയുന്നത് നിങ്ങൾ ഇങ്ങനത്തെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം നിങ്ങൾ രോഗിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ. ഓക്കെ, അതിപ്പോ നഴ്സുമാര് മാത്രമല്ല, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എല്ലാത്തരം ആളുകളും എന്ത് ചെയ്യണം, രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും എന്താണ് പേഷ്യൻസുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് വരും അല്ലെ. ഓക്കെ, നമ്മളിപ്പോ റിസപ്ഷനിലാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും നമുക്ക് ജോലി കിട്ടുന്നതെങ്കിൽ എന്താണ്, പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വരും. ഓക്കെ, അപ്പൊ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ എന്താണ്, അതിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് രോഗം പകരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പ്രിക്കോഷൻസ് നിങ്ങൾ സ്വീകരിക്കണം. ഓക്കെ, next, providing lifting aids for the lifting and shifting of heavy patients. Consult an occupational safety specialist on the safe handling of heavy patients. പിന്നെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഹെവി ആയിട്ടുള്ള പേഷ്യൻസ്, വെയിറ്റ് ഒക്കെയുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ എടുത്ത് പൊക്കുമല്ലോ. അങ്ങനെ എടുത്ത് പൊക്കുമ്പോൾ എന്ത് ചെയ്യരുത്, നമ്മൾ തനിയെ അവരെ നടത്താനോ അല്ലെങ്കിൽ എണീപ്പിച്ചു നിർത്താനോ നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, ലിഫ്റ്റിംഗ് എയ്ഡ്സിന്റെ സഹായത്തോടു കൂടി സ്ട്രെച്ചർ ആവാം, അല്ലെങ്കിൽ എന്താ പറയാ വീൽ ചെയർ ആവാം. ഓക്കെ, പിന്നെ എന്താണ്, ചില കേസുകളിൽ ചിലപ്പോൾ പതുക്കെ നടക്കാനൊക്കെ പറ്റുന്നവരൊക്കെ ആവാം, അവരൊക്കെ എന്ത് ചെയ്യണം, ലിഫ്റ്റില് കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം രോഗിയെ നമ്മള് മാറാനായിട്ട്. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളെ നമ്മള് ഈ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി വേണം നമ്മള് അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഈസ് ചെക്കിംഗ് ഫോർ അനസ്തേറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്. അതുപോലെ തന്നെ അനസ്തേഷ്യയുടെ മരുന്നുകളൊക്കെ തീർന്നു നമ്മൾ ചെക്ക് ചെയ്യണം. ശരിയായ രീതിയിലാണോ രോഗികൾക്ക് അത് പ്രയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ ഓക്സിജൻ ഗ്യാസ് ലീക്കേജ് ഉണ്ടോന്നും എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി അടുത്തത് കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. അതായത് തീപിടുത്തത്തിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഈസിയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ നിങ്ങളോട്. നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. ചില ടേബിളുകളൊക്കെ കാണുമ്പോൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാമെന്നും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അടുത്തത് എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആർ. എന്തൊക്കെയാണ് എമർജൻസി എക്യുപ്മെന്റ് വേണ്ടത് ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള? എന്തൊക്കെ അത്യാവശ്യമായിട്ട് അവിടേക്ക് നമ്മൾ വരുത്തേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കാർഡിയാക് ട്രോളി വിത്ത് ഡെഫിബ്രിലേറ്റർ ഹാസ് ടു ബി റീഡ്ലി അവൈലബിൾ. അതായത് കാർഡിയാക് ട്രോളി, അതെ രോഗിയുടെ ഹൃദയമിടിപ്പിന്റെ കാര്യങ്ങളൊക്കെ അല്ലെ, ആ ഒരു ഹാർട്ട് ബീറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അടങ്ങിയിട്ടുള്ള ട്രോളിയാണ് ഇത് കാർഡിയാക് ട്രോളി എന്ന് പറയുന്നത്. അതിനകത്ത് ഡെഫിബ്രിലേറ്ററും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ഡെഫിബ്രിലേറ്റർ ഞാൻ പറഞ്ഞതായിരുന്നു, ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ ഡെഫിബ്രിലേറ്റർ? ഇല്ലേ, നിങ്ങളുടെ തന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഓക്കെ, നമ്മുടെ നെഞ്ചത്ത് വെച്ച് പ്രസ് ചെയ്യുന്നത് അല്ലെ, ചെസ്റ്റിൽ വെച്ച് പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാർഡിയാക് ട്രോളിയില് ഉണ്ടായിരിക്കണം. ഇത് എമർജൻസി ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ്. കാർഡിയാക് ട്രോളി വിത്ത് ഡെഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി ആയിട്ട് വേണ്ട എക്യുപ്മെന്റ് ആണെന്ന് ഓർത്തിരിക്കാം. അടുത്തത് ഡു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ധാരാളം ജീവനക്കാർ ജോലി എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവരൊക്കെ എപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവണം എന്നില്ല. അവർ ചിലപ്പോൾ പല ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോയിന്നിരിക്കാം. അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ തിയേറ്റർ അറ്റൻഡന്റുമാരൊക്കെ എന്താണ് ഫുൾ ടൈം ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവണം എന്നില്ല. അവർ പുറത്തോട്ടൊക്കെ പോകാം. പെട്ടെന്ന് ഇപ്പൊ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരാളെ കൊണ്ടുവന്ന് അയാളെ പെട്ടെന്ന് സർജറി ചെയ്യണം, അയാളെ അങ്ങോട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യണം? ഈ അറ്റൻഡർമാരുള്ള ലൊക്കേഷൻ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു ഹോസ്പിറ്റലിന്റെ ഏതൊരു ഭാഗത്തും ചിലപ്പോൾ ഉണ്ടാകാം. അപ്പൊ അവിടെ നിന്ന് നമ്മൾ അവരെ വിളിക്കണം. അതാണ് പറയുന്നത് കേട്ടോ. And next, specific duties of each person to be performed in connection with emergency equipment, checking of medicine which are expired and preventive maintenance of equipment. അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും, അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഓരോരുത്തർക്കും ഓരോരോ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എമർജൻസി എക്യുപ്മെന്റ് ഒക്കെ ചെക്ക് ചെയ്യണം. അതായത് അത് പ്രവർത്തിക്കുന്നുണ്ടോ. അപ്പൊ ഒരു രോഗിയെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുവരികയാണ്. ആ നേരത്താണ് എക്യുപ്മെന്റ് ഡാമേജ് ആവുന്നതെങ്കിൽ ആ രോഗി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്ന് വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഓപ്പറേഷന് മുമ്പായിട്ട് അവിടെയുള്ള എക്യുപ്മെന്റുകളും മറ്റും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം, നമ്മള് നോക്കേണ്ട ആവശ്യകതകളുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടോ, അതുപോലെ തന്നെ എക്യുപ്മെന്റ് എന്തെങ്കിലും പ്രവർത്തിക്കാത്തതുണ്ടെങ്കിൽ അത് ശരിയാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യണം. ഈ ഒരു എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു കാർഡിയാക് ട്രോളി ഇമ്പോർട്ടന്റ് ആണ്, ഡെഫിബ്രിലേറ്ററും ഉണ്ടാവും. ഇതൊക്കെ എമർജൻസി എക്യുപ്മെന്റിൽ വരുന്നതാണ്. രണ്ടാമത്തേത് ഓരോരോ വ്യക്തികള്, ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്യുന്ന വ്യക്തികള് അതായത് ലൊക്കേഷൻ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള എക്യുപ്മെന്റുകളും കാര്യങ്ങളും ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, മെഡിസിൻസിന്റെ ഒക്കെ എക്സ്പയർ കഴിഞ്ഞോ എന്നും കൂടി എന്ത് ചെയ്യണം, നമ്മള് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക് എമർജൻസി എക്യുപ്മെന്റ്? ഓക്കെ, ക്ലിയർ. നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ചു നോക്കിയേ, ഈ ഒരു പേജ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. എന്നിട്ട് ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യാം. ഓക്കെ, വായിച്ച് വിചാരിക്കണം കേട്ടോ. അടുത്തത് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ് സ്റ്റാൻഡേർഡ് പോളിസീസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളെയാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലില്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലില് അവര് നടത്തുന്ന കാര്യങ്ങളുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും മാനേജ് ചെയ്യുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നതും ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമാണ്. നിങ്ങൾക്ക് പ്രത്യേകം ഒരു ചാപ്റ്റർ അത് പഠിക്കാനുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിൽ പേഷ്യൻസിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് മെത്തേഡ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. അതായത് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്.
ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്ന പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം രോഗികൾ തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, രോഗികൾ തമ്മിൽ മാറിപ്പോയാൽ എന്ത് സംഭവിക്കും? രോഗി ചിലപ്പോൾ മരിക്കാൻ വരെ ഇടയാകില്ലേ? ഒരാൾക്ക് തലക്കാണ് ഓപ്പറേഷൻ വെച്ചിരിക്കുന്നത്, ഓക്കെ, പക്ഷെ രോഗി മാറിയത് മൂലം അയാളുടെ വയറിനാണ് ഓപ്പറേഷൻ ചെയ്തത്. ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തോരം ഒരു എന്താ പറയാ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. അപ്പൊ ആദ്യം തന്നെ ഇവര് ചെയ്യേണ്ടത്, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമാണ് അത് ശ്രദ്ധിക്കേണ്ടത്, രോഗിയെ തിരിച്ചറിയാം. അതായത് രോഗിയുടെ പേര്, രോഗിയുടെ വയസ്സ്, രോഗിയുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണ്, രോഗിക്ക് എവിടെയാണ് സർജറി വേണ്ടത്, ഏത് പാർട്ടിലാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെ എന്ത് ചെയ്യണം അല്ലെ? ധാരാളം രോഗികളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരും. അപ്പൊ രോഗികളെ തമ്മില് മാറിപ്പോവാതിരിക്കാനാണ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, റിസ്ട്രെയിനിങ് ഓഫ് പേഷ്യന്റ് ഡ്യൂറിങ് മൂവ്മെന്റ്. അതായത് രോഗി മൂവ്മെന്റിന്റെ സമയത്ത്, രോഗി ഇപ്പോ മൂവ് ചെയ്യുമല്ലോ, ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് മൂവ് ചെയ്യുന്ന സമയത്ത് അവരുടെ ആ മൂവ്മെന്റ് ഒക്കെ ഒന്ന് നിയന്ത്രിക്കുക. ഓക്കെ, പെട്ടെന്നൊക്കെ എന്താണ് ഓടിച്ചാടി പോകാതെ പതുക്കെ എന്ത് ചെയ്യാം, അവരുടെ മൂവ്മെന്റിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, രോഗിയുടെ മൂവ്മെന്റിനെ റീസ്ട്രെയിൻ ചെയ്യുക മീൻസ് നിയന്ത്രിക്കുക. Third point, protection of patients on operating table while turning or transferring. Okay, അതായത് പേഷ്യന്റിനെ നമ്മൾ ഓപ്പറേഷന് ശേഷം, സർജറിക്ക് ശേഷം എങ്ങോട്ട് മാറ്റും? റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്കോ മാറ്റാനായിട്ട് നമ്മൾ സ്ട്രക്ചറിൽ കിടത്തുക അല്ലെ, അല്ലെങ്കിൽ വീൽ ചെയറിലായിരിക്കും ചിലപ്പോൾ നമ്മൾ രോഗി ഇരുത്തുക. അങ്ങനെയുള്ള സമയത്ത് രോഗിയുടെ പ്രൊട്ടക്ഷൻ നമ്മൾ എന്തായാലും നോക്കിയിരിക്കണം. ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് രോഗിയെ നമ്മൾ മാറ്റുമ്പോൾ, സ്ട്രെച്ചറിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ, ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ താഴെ വീണ് പോകാതെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്. ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള എല്ലാ തരം നടപടികളും നമ്മൾ സ്വീകരിച്ചിരിക്കണം. ഓക്കെ, രോഗിക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള എല്ലാ തരം കാര്യങ്ങളും സ്വീകരിച്ചിരിക്കണം. ഇനി അടുത്തത് റിക്കവറി റൂമാണ്. റിക്കവറി റൂമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോംഡ് എവറി 15 minutes ആഫ്റ്റർ ദ സർജറി, ഇൻക്ലൂഡിംഗ് വൈറ്റൽ സയൻസ്, ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, ബ്ലീഡിംഗ് എക്സെട്ര. ഓക്കെ, അതായത് പേഷ്യന്റിന്റെ ഒബ്സർവേഷൻ നമ്മൾ പെർഫോം ചെയ്യണം. അതായത് എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴും, ഇപ്പോ പേഷ്യന്റ് സർജറി കഴിഞ്ഞ് നേരെ കൊണ്ടുപോകുന്നത് വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ ആയിരിക്കില്ല, നേരിട്ട് കൊണ്ടു ചെല്ലുന്നത് റിക്കവറി റൂമിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും രോഗിയെ നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. ഈ നിരീക്ഷണത്തിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് വൈറ്റൽ സയൻസ് ആണ്. വൈറ്റൽ സയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ രോഗിയുടെ ബ്ലഡ് പ്രഷർ, BP, അതുപോലെ തന്നെ ഹൃദയമിടിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? വൈറ്റൽ സയൻസിൽ വരുന്നതാണ്. ഇതൊക്കെ രോഗിക്ക് അതായത് ശരിയായ രീതിയിലാണോ അത് പോകുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, രോഗി എത്രത്തോളം ബോധവാനാണ്, രോഗിക്ക് ബോധം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ബോധം വീണിട്ടുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ രോഗിക്ക് ബ്ലീഡിങ് ഉണ്ടോ എന്നും കൂടി നമ്മൾ നോക്കണം അല്ലെ. സർജറി കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബ്ലീഡിങ് വരാം, ചിലപ്പോൾ എക്സ്റ്റേണൽ ബ്ലീഡിങ് ആവാം, അല്ലെങ്കിൽ ഇന്റേണൽ ബ്ലീഡിങ് ആവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഓൾ എക്വിപ്മെന്റ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. രോഗിയെ ഓപ്പറേഷന് സന്നദ്ധനായിട്ട് നമ്മൾ ഇരുത്തുമ്പോൾ അവിടെയുള്ള എല്ലാ എക്വിപ്മെന്റുകളും റെഡി ആണോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, രോഗി വന്നിട്ട് മാത്രം കാര്യമില്ല അല്ലെ, എല്ലാ വിധത്തിലുള്ള എക്വിപ്മെന്റുകളും സജ്ജീകരണങ്ങളും ഓപ്പറേഷൻ തിയേറ്ററിൽ റെഡി ആയിട്ട് ഇരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, റെസ്ട്രിക്ഷൻ ഓഫ് വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളെ കാണുന്നതിന് ഒരു നിയന്ത്രണമുണ്ട്. വിസിറ്റേഴ്സിനെ അധികം അലൗ ചെയ്യില്ല അല്ലെ, ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളെ കാണുന്നതിന്. കാരണം എന്താ? ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് എങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രത്യേക ഡ്രസ്സ് ധരിച്ചിട്ടാണ് അവർ നമ്മളെ കാണിക്കുന്നത്. അപ്പോ വിസിറ്റേഴ്സിനെ അധികം അനുവദിക്കുന്നതല്ല, കാരണം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട്. ഓക്കെ, അപ്പോ റിക്കവറി റൂമിലെ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോ. അഡ്മിനിസ്ട്രേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഐഡന്റിഫിക്കേഷൻ, പിന്നെ റിസ്ട്രെയിനിങ് ഓഫ് ഡ്യൂറിംഗ് പേഷ്യന്റ് മൂവ്മെന്റ്, പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ വൈൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിംഗ്, ലാസ്റ്റ് ഇൻഫെക്ഷൻ പ്രിവെന്റ്
പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്. ഇനി റിക്കവറി റൂമിൽ പ്രധാനപ്പെട്ട ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. 15 മിനിറ്റ് കൂടുമ്പോഴാണ് റിക്കവറി റൂമിലെ രോഗിയെ ഒബ്സർവ് ചെയ്യുന്നത്. ഓരോ 15 മിനിറ്റിലും എന്താണ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എല്ലാ എക്യുപ്മെന്റുകളും റെഡി ആയിരിക്കണം. പിന്നെ വിസിറ്റേഴ്സിനെ എന്താ ചെയ്യില്ല, അലൗ ചെയ്യില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടെ വരുന്നത്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ സെക്രട്ടറിക്ക് വരുന്നത് നോക്കാം. ഓപ്പറേറ്റിംഗ് റൂം സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ഇൻചാർജ് അവിടെ ഉണ്ടാകും. അയാൾക്കുള്ള കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ. First is operating room executive secretaries are keep the department running smoothly and effectively by greeting and welcoming patients. അതായത് ഓപ്പറേറ്റിംഗ് റൂം സെക്രട്ടറിമാര് ആ ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ റൂം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ രോഗികളെ വെൽക്കം ചെയ്യുന്ന കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ്? ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ, നല്ല രീതിയിൽ സ്മൂത്തനിങ് ആയിട്ട് ഫങ്ഷനിങ് ചെയ്യണമെങ്കിൽ ഇവരുടെ ആവശ്യമുണ്ട്. ആരുടെ? ഓപ്പറേഷൻ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ. അതുപോലെ തന്നെ രോഗികളെ വെൽക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ. രണ്ടാമത്തേത് ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. അതായത് രോഗികളോ അല്ലെങ്കിൽ രോഗിയുടെ കൂടെ വന്ന ബന്ധുക്കളോ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നൽകേണ്ട ഡ്യൂട്ടി ആർക്കാണ്? അത് ഓപ്പറേഷൻ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കാണ്. ഓക്കെ. Third point, these workers operate office equipment that includes voicemail and phone system, machines, copiers and scanners, and also maintain and organize department supplies. ഓപ്പറേഷൻ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ് ഓഫീസ് എക്വിപ്മെന്റുകൾ, അതായത് ഓപ്പറേറ്റിംഗ് റൂമിൽ ഓപ്പറേറ്റ് ഓഫീസ് എക്വിപ്മെന്റുകളൊക്കെ എന്താണ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അതിനകത്ത് വോയിസ് മെയിലുകൾ വരും, അതുപോലെ ഫോൺ സിസ്റ്റം വരും, പിന്നെ മെഷീൻസ് വരും, കോപ്പിയറും സ്കാനേഴ്സും വരും. ഓപ്പറേഷൻ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഓഫീസ് ഉണ്ടാകും. അവിടുത്തെ കാര്യങ്ങളാണ് ആര് ശ്രദ്ധിക്കേണ്ടത്? ഈ ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറി ശ്രദ്ധിക്കേണ്ടത് ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്താണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങള് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുമായി തന്നെയാണ് ഈ ഒരു സെക്രട്ടറി. ഓക്കെ. They accept and route message and transfer correspondence verbally or through right form. അതായത് അദ്ദേഹം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കോ ഉള്ള മറ്റുള്ള സ്റ്റാഫിനുള്ള എന്താ പറയാ മെസ്സേജുകളൊക്കെ പാസ് ചെയ്യുകയും കത്തിടപാടുകള് കൈമാറുകയും ചെയ്യും. കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് കത്തിടപാടുകൾ എന്നാണ് കേട്ടോ. ഓക്കെ. ഒന്നില്ലെങ്കിൽ അത് വാക്കാലാവാം, വെർബലി ആവാം, അല്ലെങ്കിൽ എന്താണ് എഴുത്ത് രൂപത്തിലാകാം. അപ്പോ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കുള്ള മെസ്സേജുകള്, അവർക്കുള്ള കത്തിടപാടുകൾ, ഇനി മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ അവർക്കുള്ള കറസ്പോണ്ടൻസ്, ഇവയൊക്കെ പാസ് ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ചുമതലയാണ്. അത് ഒന്നുകിൽ വെർബലി, അയാൾ വാക്കാലായിരിക്കും പറയുക, ഓർഡർ കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് കത്തിലൂടെ അല്ലെങ്കിൽ ഒരു എഴുത്ത് രൂപേണയാകും ആ ഒരു ഓർഡർ പാസ് ചെയ്യുക. Next, additional duties consist of taking specimens to the lab, helping scheduling procedures, supporting the department through updating bed status. വേണമെങ്കിൽ, അതായത് ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ അഡീഷണൽ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ കാണേണ്ടത് ചിലപ്പോ ലാബിലേക്ക്, അതായത് ആ ഒരു ഇതിലേക്ക് എന്ത് കൊണ്ടുപോകുന്നു നമ്മള്, അതായത് ആ ഒരു ബ്ലഡിന്റെ ഇതൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകാനായിട്ടൊക്കെ ഉണ്ടാകും. കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് എന്താണ്? ബ്ലഡിന്റെ ആവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അതായത് ലാബിലേക്ക് സാമ്പിളുകൾ കൊണ്ടുപോകുക, അതുപോലെ തന്നെ കിടക്കകള്, ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള കിടക്കകള് അവൈലബിൾ, ബെഡ് സ്റ്റാറ്റസ് നോക്കുക എന്നുള്ളതും ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അഡീഷണൽ ഡ്യൂട്ടിയിൽ വരുന്നതാണ്.
ബെഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എല്ലാവരും നോക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ICU കോർഡിനേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ റിസപ്ഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവിടെ എന്തായാലും ബെഡിന്റെ സ്റ്റാറ്റസ് നോക്കാനുള്ള ജോലി നിങ്ങൾക്ക് തരും. ഓക്കെ, അതെപ്പോഴും നമ്മൾ നോക്കേണ്ട ഒന്നാണ് ബെഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കേട്ടോ. ഇദ്ദേഹം ഇവിടെയാണ് ഇത് ചെയ്യുന്നത് അല്ലെ. ലാബിലേക്ക് രക്തത്തിന്റെ സാമ്പിളുകൾ, ബ്ലഡിന്റെ സാമ്പിൾസ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ബെഡിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, മെയിൻറ്റൈനിങ് ക്ലീൻലെസ് ആൻഡ് ഓർഡർലിനെസ് ലൈക്ക് ക്ലീനിങ് നഴ്സ് സ്റ്റേഷൻ. അതായത് നഴ്സ് സ്റ്റേഷൻ പോലെ തന്നെ വളരെ വൃത്തിയുള്ള ഒരു എന്താ പറയാ അന്തരീക്ഷമായിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിന് ഉണ്ടാവേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു ഓപ്പറേഷൻ റൂം സെക്രട്ടറിയാണ്. ഓക്കെ, ഇപ്പൊ എന്താ ക്ലീൻ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഉണ്ടല്ലോ ഹൗസ് കീപ്പിംഗില്, അവർക്കൊക്കെ ഓർഡർ കൊടുക്കുന്നത് ആരാണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്ന ഭാഗം ക്ലീൻ ആക്കാനായിട്ട്. അത് ഈ ഒരു സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. Next is executive secretaries may also be responsible for managing and training new clerical within the operating room department. പുതുതായിട്ട് ആരെങ്കിലും ഒരു ജോലിക്ക് വരികയാണെങ്കിൽ, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ജോലിക്ക് വരികയാണെങ്കിൽ അവരെ ശരിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ, അവരെ ട്രെയിൻ ചെയ്യാനും ജോലി മാനേജ് ചെയ്യാനും അല്ലെ ക്ലറിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനൊക്കെ എന്താണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു ഓപ്പറേഷൻ റൂം സെക്രട്ടറിയുടെ കടമയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിന് വരുന്നത്? ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടുണ്ടോ? ആയി. ഓക്കെ, പഠിക്കാനായിട്ട് എളുപ്പമല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT വെരി എന്താണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ പ്രൊസീജിയർ ആണ് അവിടെ പറയുന്നത്, അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരഗ്രാഫ് പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിനകത്ത് നിന്ന് എന്താ പറയാ ക്വസ്റ്റ്യൻസ് ചിലപ്പോ വന്നേക്കാം. ഓക്കെ, അതുപോലെ തന്നെ സോണുകൾ, പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ ആസ്പെറ്റിക് സോൺ, ഡിസ്പോസൽ സോൺ, ഈ 4 സോണുകൾ കറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ, മോഡുലാർ OT, ഹൈബ്രിഡ് OT, ഇന്റഗ്രേറ്റഡ് OT, ഇതും എന്ത് ചെയ്യാം നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അതുപോലെ റിക്കവറി റൂമിലെ മിനിറ്റ്സ്, എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് രോഗിയെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുക എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിന്റ് ഔട്ടിൽ ഒന്ന് അടയാളപ്പെടുത്തുകയോ അല്ലെങ്കിൽ ടിക്ക് ചെയ്യുകയോ ചെയ്യുക കേട്ടോ. ചെയ്യുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. കമന്റ് ചെയ്യുമെന്ന് പറഞ്ഞു തരാം. ഇന്റഗ്രേറ്റഡ് OT എന്ന് പറഞ്ഞാല് അതായത് പേഷ്യൻസിന്റെ എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് കാണാനോ കേൾക്കാനോ സാധിക്കും. ഓക്കെ,
എല്ലാ ഇൻഫോർമേഷൻസും, അതായത് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. രോഗി എന്ത് ചെയ്യാണ്, അവിടെയുള്ള മെഷീനറീസുമായിട്ട് എന്ത് ചെയ്യുന്നു, ലിങ്ക് ചെയ്യിക്കുന്നു. ഇപ്പോ രോഗിയുടെ ഓഡിയോ നമുക്ക്, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന്റെ ഓഡിയോ നമുക്ക് കേൾക്കാം, വീഡിയോ കാണാം. അതുപോലെ തന്നെ സർജിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങൾ അവിടെ ഉണ്ടാവും. ഇന്റഗ്രേറ്റഡ് റൂട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, മോഡുലാർ റൂട്ടിലെ 7th പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക്, അതായത് അവിടെയുള്ള ഘടനയെ എന്താ പറയാ, അതിന് ഒരു എഫക്റ്റും വരാതെ അവിടെയുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു മോഡുലാർ റൂട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ സ്ട്രക്ചറും ആ ഒരു എന്താ പറയാ, ആ ഒരു തിയേറ്ററിൽ നമുക്ക് ചെന്നാൽ കാണാനായിട്ട് സാധിക്കും. ആ സ്ട്രക്ചറിന് ഒരു കുഴപ്പവും വരാത്ത രീതിയിലുള്ള ഓപ്പണിംഗ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഇൻസ്റ്റാളേഷൻ മെഷീനറീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട്, ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് പറയുന്നത് കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, ചോദിച്ചോളൂ. ഓപ്പറേറ്റിംഗ് റൂമിലെ ഫസ്റ്റത്തെ 3 പോയിന്റ്സ് ഒന്ന് പറഞ്ഞുതരോ? ഓപ്പറേറ്റിംഗ് റൂമിന്റെ ഫസ്റ്റത്തെ 3 പോയിന്റ് OR എക്യുപ്മെന്റ് ആണോ ഉദ്ദേശിക്കുന്നത്? OR എക്യുപ്മെന്റ് ആണോ, ഏതാണ് പറയുന്നത്? റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പറഞ്ഞുതരാം. അതായത് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറയുന്നത് ആ ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഹെഡ് ആയിട്ട് വരും. അയാളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഓക്കെ, സൂപ്പർവിഷൻ കൊടുക്കുന്നത്. അപ്പൊ അയാളുടെ ഡ്യൂട്ടികളാണ് താഴെ നമ്മൾ കുറച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു എന്താ പറയാ 7 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ, ആ ഡിപ്പാർട്ട്മെന്റിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആർക്ക് സാധിക്കും? ഓപ്പറേഷൻ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ രോഗികളെ നല്ല രീതിയിൽ, അതായത് ഓപ്പറേഷന് വരുന്ന രോഗികളെയും അവരുടെ ബന്ധുക്കളെയും എന്ത് ചെയ്യുന്നുണ്ട്, വെൽക്കമിങ്ങും ചെയ്യുന്നുണ്ട്. ആര്? ഓപ്പറേഷൻ റൂം തിയേറ്റർ സെക്രട്ടറി. ഓക്കെ, ഓക്കെ, അടുത്തത് ആൻസർ എ ക്വസ്റ്റ്യൻ ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. ഇപ്പൊ രോഗിക്കും അയാളുടെ കൂടെ വരുന്ന ബന്ധുക്കൾക്കും ഓപ്പറേഷനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറിയോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അതിനുള്ള മറുപടി നമുക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവരാണ്, അതായത് ഈ ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ് ഓപ്പറേറ്റിംഗ് റൂം ഓഫീസ് എന്ന് പറയുന്ന ഒരു ഓഫീസ് ഉണ്ട്. അവിടെ ആയിരിക്കും ഇദ്ദേഹമൊക്കെ ഇരിക്കുന്നുണ്ടാവുക. അവിടെയുള്ള ഉപകരണങ്ങള് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിപ്പോ ഫോൺ ആകാം, അല്ലെങ്കിൽ എന്താ പറയാ സ്കാനർ ആകാം, പ്രിന്റർ ആകാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ആരാണ്? ഓപ്പറേഷൻ റൂം സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിന് സപ്ലൈ കൊടുക്കുന്ന ഉപകരണങ്ങൾ, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് കൂടി ആരുടെ ആവശ്യകതയാണ്? ഈ ഒരു സെക്രട്ടറിയുടെ ആവശ്യമാണ്. ഓക്കെ, അതാണ് 3 പോയിന്റ്സ് കേട്ടോ. ക്ലിയർ ആയോ? ഇപ്പൊ ചോദിച്ച ആള് ക്ലിയർ ആയില്ലേ? ക്ലിയർ. ഓക്കെ, മാം പ്രിവെന്റീവ് മെഷേഴ്സിലെ ആ 4th പോയിന്റ് ഒന്ന് പറയാമോ? ഏതാണ്? പ്രിവെന്റീവ് മെഷേഴ്സ് അഗൈൻസ്റ്റ് ഹസാർഡ്സ്. 4th പോയിന്റ് അല്ലേ? അതെ. പുട്ട് ഓൺ എ റേഡിയേഷൻ ഡോസിമീറ്റർ. ഇതെന്താന്ന് വെച്ചാല് ഈ ഓപ്പറേഷൻ റൂമിലൊക്കെ റേഡിയേഷന്റെ സാധ്യതകളൊക്കെ കൂടുതലാണ് ഉണ്ടാവുക യന്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റേഡിയേഷൻ ഡോസിമീറ്റർ എന്ന് പറയുന്ന ഉപകരണം എന്ത് ചെയ്യണം, നമ്മൾ പ്രവർത്തിപ്പിക്കണം. അതൊരു എന്താ പറയാ എക്യുപ്മെന്റ് ആണ്. അത് നിങ്ങൾക്ക് എന്താ പറയാ ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല കൂടുതലായിട്ട്.
ആ ഒരു എന്താ പറയാ പ്രത്യേക എക്യുപ്മെന്റ് ഉണ്ട്. അതിന്റെ ഇത് ലിമിറ്റേഷൻസ് ആ റേഡിയേഷൻ വരുന്ന ആ ഒരു ഇത് നമുക്ക് മിനിമം ആക്കാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ മാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം അതിലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയാമോ? രണ്ടാമത്തെ പ്രിവെന്റീവ് മെഷേഴ്സ്. ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അറ്റ്മോസ്റ്റ് കെയർ എന്ന് പറഞ്ഞാല് മോർ കെയർ എന്നാണ് കേട്ടോ. മോർ കെയർഫുള്ളി എന്നാണ് പറയുക അറ്റ്മോസ്റ്റ് കെയർ കേട്ടോ. അതായത് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലെ കത്തി, കത്രിക, സൂചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം നമ്മൾ ഉപയോഗിക്കും അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൂവിയിലൊക്കെ. ഡോക്ടർ ഒരു പെട്ടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കത്തികളൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് രോഗിയിൽ അപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മള് സൂക്ഷിക്കണം. ഓക്കെ, ചിലപ്പോൾ കൈയൊക്കെ മുറിയാനുള്ള സാധ്യത ഉണ്ടാവും. അല്ലെങ്കിൽ രോഗിയിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ എന്തെങ്കിലും ഇപ്പൊ ചില്ല് പോലുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങള് താഴത്ത് വീണ് പൊട്ടിയൊക്കെ എന്തെങ്കിലും ചെയ്താല് അപ്പൊ തന്നെ എന്ത് ചെയ്യണം, നമ്മള് വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യണം. അത് മാത്രമല്ല, ഇപ്പോ രോഗിയിൽ നിന്ന് എന്ത് ചെയ്യാം, ചിലപ്പോൾ ബ്ലഡ് ഫ്ലൂയിഡ് ഒക്കെ തെറിച്ചെന്ന് വരാം, പുറത്തേക്ക് പോയിന്ന് വരാം അല്ലെ. നമ്മുടെ എന്താ പറയാ ബോഡിയിൽ ഉണ്ടാകുന്ന ചില അഴുക്കുകളും സാധനങ്ങളൊക്കെ എന്താണ് പുറത്തോട്ട് തെറിച്ചെന്നൊക്കെ വരാം. അതൊക്കെ എന്ത് ചെയ്യണം, അപ്പൊ തന്നെ നമ്മള് എന്താ പറയാ ഡിസ്പോസൽ ചെയ്ത് കളയണം എന്നാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, വേറെ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നന്നായിട്ട് വായിക്കണം കേട്ടോ. നന്നായിട്ട് വായിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന്. ടേബിള് മറക്കരുത്. ടേബിൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അതെ മാം. കിട്ടുന്നുണ്ടോ? വായിച്ചിട്ട് കിട്ടുന്നുണ്ടോ? ഉണ്ട്, ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഉണ്ട്, കിട്ടുന്നുണ്ട് അല്ലെ. ഓക്കെ, കിട്ടുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ അതാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ അതായിരിക്കും കണ്ടിന്യൂ ചെയ്യുക. ഇതിപ്പോ അന്ന് ഫിനിഷ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് തീർത്തത് കേട്ടോ. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നോ? എടുത്തിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് അല്ല. അത് ആതിര മാം എടുത്തിരുന്നേ. ഓക്കെ, ട്രയേജിന്റെ സംവിധാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രയേജ് സിസ്റ്റം ഇല്ല ഇല്ല മാം. ഇല്ല. ഓക്കെ, ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഞാൻ എടുക്കും അത്, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. എവിടെ ആതിര മാമിന്റെ ഈ ചാപ്റ്ററും കംപ്ലീറ്റ് അല്ല. അതേപോലെ ശരണ്യ മാമിന്റെ സ്പില്ലേജ് വേസ്റ്റിന്റെ ചാപ്റ്ററും കംപ്ലീറ്റ് അല്ല. ഓക്കെ, അത് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, നമ്മൾ അടുത്തത് എടുക്കുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റത്തിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, നന്നായിട്ട് വായിക്കാം. നമ്മള് ഡൗട്ടും കാര്യങ്ങളും ചോദിക്കുന്നതിനേക്കാൾ ഉപരി നന്നായിട്ട് ആ ഒരു PDF തന്നിരിക്കുന്നത് വായിച്ചു മനസ്സിലാക്കാനായിട്ട് നോക്കാം. സ്വയം തന്നെ എന്ത് ചെയ്യുക, വായിച്ചു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ ലാംഗ്വേജ് എന്താവും, ഇംപ്രൂവ് ആവും ഇതിലൂടെ. ഓക്കെ, അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ മാം. ഓക്കെ, നന്നായിട്ട് താങ്ക് യു മാം. ഓക്കെ, ലാസ്റ്റ് ഇതൊക്കെ കൂടി ചോദിക്കും. ഓക്കെ, താങ്ക് യു മാം. 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 താങ്ക് യു മാം.